അന്നും ഇവർ കാണിച്ച ലെറ്റർ ബോംബിംഗ് ഉണ്ട്. ഇന്ന് നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ തീവ്രവാദികളാണ്. പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നിട്ടുണ്ട് ഇവരിതിൻ്റെ പേരിൽ. അന്നും ഇവർക്ക് വോട്ടവകാശമൊന്നും കിട്ടിയിട്ടില്ല. വേൾഡ് വാർ 1 തുടങ്ങിയപ്പോൾ തൊട്ട് ഇവരെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് തുല്യതയും വേണ്ട, വോട്ടവകാശവും വേണ്ട, ഞങ്ങൾ അടുക്കളയിൽ കയറിക്കോളാം എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ കയറിയിരുന്നു. മിലിറ്ററിയിൽ എൻറോൾ ചെയ്യാത്ത പുരുഷന്മാർ ഒരുപാട് പേരുണ്ട്. കാരണം ഏതോ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ യുദ്ധത്തിൽ പങ്കുചേരാൻ തീരുമാനിക്കുന്നു. അവർക്ക് വേണ്ടി ഞങ്ങൾ എന്തിനും ഞങ്ങളുടെ ജീവൻ കൊടുക്കണമെന്ന് അന്ന് ഇവർ ഈ ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകളായിട്ട് ഒരു ഉപാധി വെച്ചു. ബാബു, ആ ജ്യോത്സ്യൻ കാറ്റുപായ ഗോപീകൃഷ്ണനെ ഒന്ന് വിളിക്കണം. എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നൊന്നറിയാനാ. നിങ്ങൾ ഈ പുരുഷന്മാരെ അപമാനിച്ചോ എങ്ങനെയെങ്കിലും ഒരു മാർഗത്തിൽ യുദ്ധത്തിൽ എൻറോൾ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഈ യുദ്ധം തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോട്ടവകാശവും അധികാര സ്ഥാനങ്ങളും തരാമെന്നുണ്ട്. സജി, വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. വെളുത്ത വർഗ്ഗക്കാരായ സ്ത്രീകൾക്ക് മാത്രം, കറുത്ത വർഗ്ഗക്കാരായ സ്ത്രീകളോ അല്ലെങ്കിൽ ബാക്കിയുള്ള വിഭാഗം ആൾക്കാർക്കില്ല. അതാണ് ഈ പറയുന്ന വൈറ്റ് ഫെദർ മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താലൊക്കെ കിട്ടും. കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്ക. ആൾക്കാർ ഈ യുദ്ധത്തിൽ എൻറോൾ ചെയ്യാതെ ആണുങ്ങളെ പോയിട്ട് അവരുടെ ശരീരത്തിൽ തൂവാല കൊണ്ട് കുത്തി അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിൽ തൂവാല കുത്തി ഇവന്മാർ ഷണ്ടന്മാരാണെന്ന് പറഞ്ഞ് അപമാനിച്ചിട്ടൊക്കെയാണ് കുറെ ആണുങ്ങളെ കൊണ്ട് യുദ്ധത്തിന് പറഞ്ഞിട്ടുള്ളത്. അതാണ് ലോകം. നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മുടെ ശത്രുക്കൾ, അല്ലേ സാറേ? അതെ. അത് യുദ്ധം കഴിഞ്ഞ പാട് ഇവർക്ക് ഈ പറയുന്ന സർട്ടൺ ഗ്രൂപ്പ്, എല്ലാ വെളുത്ത വർഗ്ഗക്കാരായ സ്ത്രീകൾക്കും കിട്ടിയിട്ടില്ല. ഈ പറയുന്ന സർട്ടൺ ഗ്രൂപ്പിലുള്ള സ്ത്രീകൾക്ക് മാത്രം വോട്ടവകാശം നൽകിയിട്ടുണ്ട്. ഇത്രയ്ക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി.